നമസ്കാരം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തയ്യാറാക്കിയ പ്രസംഗത്തിലെ വിവരങ്ങൾ പുറത്തുവന്നു. ബംഗ്ലാദേശിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ അമേരിക്കയാണെന്നാണ് പ്രസംഗത്തിൽ ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തിയത്. പ്രക്ഷോഭകർ തൊട്ടരികെ എത്തിയതോടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാതെ ബംഗ്ലാദേശ് വിടേണ്ടി വന്നത്. ഷെയ്ഖ് ഹസീനയുമായി അടുത്ത വൃത്തങ്ങളാണ് പ്രസംഗത്തിലെ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ബംഗ്ലാദേശിൽ ഭരണമാറ്റമുണ്ടാകാനായി അമേരിക്ക ആസൂത്രിതമായ നീക്കം നടത്തിയെന്നാണ് ഹസീനയുടെ ആരോപണം. മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാതിരിക്കാനാണ് ഞാൻ രാജിവെച്ചത്. വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങളിൽ ചവിട്ടി ഭരണത്തിൽ ഏറാനാണ് അവർ ആഗ്രഹിച്ചത്. എന്നാൽ ഞാൻ അതിന് അനുവദിച്ചില്ല. പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഞാൻ രാജിവെച്ചിരിക്കുകയാണ് എന്നും ഷെയ്ഖ് ഹസീന എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ പറയുന്നു. സെയിൻറ്റ് മാർട്ടിൻ ദ്വീപിൻ്റെ പരമാധികാരം അടിയറ വയ്ക്കുകയും ബംഗാൾ ഉൾക്കടലിനുമേൽ അധികാരം സ്ഥാപിക്കാൻ അമേരിക്കയെ അനുവദിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ എനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമായിരുന്നു. തീവ്രവാദികളാൽ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന് എൻ്റെ രാജ്യത്തെ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ രാജ്യത്ത് തുടർന്നിരുന്നു എങ്കിൽ കൂടുതൽ ജീവനുകൾ നഷ്ടമായേനെ. ഞാൻ സ്വയം മാറുകയാണ്. നിങ്ങളായിരുന്നു എൻ്റെ ബലം. നിങ്ങൾക്കെന്നെ വേണ്ടാതായി. അതിനാൽ ഞാൻ പോകുന്നു എന്ന് ഹസീന പ്രസംഗത്തിൽ പറയുന്നു. മൃതദേഹ ഘോഷയാത്ര കാണാതിരിക്കാനാണ് ഞാൻ രാജിവെച്ചത്. വിദ്യാർത്ഥികളുടെ ശവശരീരങ്ങളിൽ ചവിട്ടി അധികാരത്തിൽ ഏറാനാണ് അവർ കണക്ക് കൂട്ടിയത്. പക്ഷേ ഞാൻ അതിന് അനുവദിച്ചില്ല. അതിനു മുൻപ് ഞാൻ രാജിവെച്ചൊഴിഞ്ഞു. പരിഷ്കരണ തീവ്രവാദികളുടെ സ്വാധീനത്തിൽ പെട്ടുപോകരുത് എന്നാണ് എൻ്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. സെയിൻറ്റ് മാർട്ടിൻ ദ്വീപിൻ്റെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറ വയ്ക്കുകയും ബംഗാൾ ഉൾക്കടലിനുമേൽ അധികാരം സ്ഥാപിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ എനിക്ക് ഭരണത്തിൽ തുടരാമായിരുന്നു. അതിന് ഞാൻ ഒരുക്കമല്ലായിരുന്നു. ഞാൻ രാജ്യത്ത് തുടർന്നാൽ കൂടുതൽ പേർ കൊല്ലപ്പെടും. ഞാൻ സ്വയം ഒഴിഞ്ഞു പോവുകയാണ്. നിങ്ങളായിരുന്നു എൻ്റെ ബലം. പക്ഷേ നിങ്ങൾക്കെന്നെ വേണ്ടാതായി. അതിനാൽ ഞാൻ പോകുന്നു എന്നും ഷെയ്ഖ് ഹസീന പ്രസംഗത്തിൽ പറയുന്നു. പ്രതീക്ഷ കൈവിടരുത് എന്ന് തൻ്റെ പാർട്ടിയായ അവാമി ലീഗിൻ്റെ പ്രവർത്തകരോട് ഷെയ്ഖ് ഹസീന പറയുന്നുണ്ട്. പ്രതീക്ഷ കൈവിടരുത്. ഞാൻ തിരിച്ചു വരും. എനിക്കെല്ലാം നഷ്ടമായി. പക്ഷേ ബംഗ്ലാദേശിലെ ജനം വിജയിച്ചു. എൻ്റെ പിതാവും എൻ്റെ കുടുംബവും ആർക്കു വേണ്ടിയാണോ ഇല്ലാതായത് അതേ ജനം എന്നും പ്രസംഗത്തിൽ അവർ പറയുന്നു. തിരിച്ചടി നേരിട്ട കാലത്തൊക്കെ അവയെ അതിജീവിച്ച് അവാമി ലീഗ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന കാര്യം മറക്കരുത് എന്നും ഷെയ്ഖ് ഹസീന പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്നു. സംവരണ വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ താനൊരിക്കലും റസാക്കറുകൾ എന്ന് വിളിച്ചിട്ടില്ല എന്നും പറയുന്നു. ഞാനൊരിക്കലും നിങ്ങളെ റസാക്കറുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ച് ബോധപൂർവം അവർ നിങ്ങളെ പ്രകോപിപ്പിക്കുകയായിരുന്നു. ആ പ്രസംഗം പൂർണ്ണമായി കേൾക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നും ഹസീന പറയുന്നുണ്ട്. ഷെയ്ഖ് ഹസീന ഭരണത്തിൽ ഏറിയതോടെ ബംഗ്ലാദേശും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിരുന്നു. ജനുവരിയിൽ ഷെയ്ഖ് ഹസീന നാലാമതും അധികാരത്തിൽ ഏറിയ തെരഞ്ഞെടുപ്പിനെതിരെ അമേരിക്ക രംഗത്ത് വരികയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമല്ല എന്നായിരുന്നു അമേരിക്കയുടെ വിമർശനം. പ്രക്ഷോഭം രൂക്ഷമായതോടെ ഷെയ്ഖ് ഹസീന രാജിവെച്ച് പലായനം ചെയ്തതോടെ ബംഗ്ലാദേശിൽ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. തൻ്റെ പാർട്ടിയായ അവാമി ലീഗിൻ്റെ പ്രവർത്തകരോടും ഹസീന സംയമനവും പ്രതീക്ഷയും കൈവിടരുത് എന്ന് പറഞ്ഞു. തിരിച്ചടി നേരിട്ടപ്പോഴെല്ലാം പാർട്ടി തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഉടൻ തിരിച്ചു വരും. താൻ പരാജയപ്പെട്ടു എങ്കിലും ബംഗ്ലാദേശിലെ ജനങ്ങൾ വിജയിച്ചു എന്നും ഹസീന പ്രസംഗത്തിൽ പറയുന്നു. വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പദവി രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നത്. പ്രക്ഷോഭത്തെ അട്ടിച്ചമർത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി 400-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായി. സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലാണ് കഴിയുന്നത്.